മുഹമ്മദ് അലിയക്ക, അതുപോലെ തന്നെ വേദിയിൽ സന്നിധിയായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ ഫൗസിയത്ത, നമ്മുടെ 3-ാം വാർഡിൽ നിന്നും ജനവരി തീരുന്ന പ്രിയപ്പെട്ട നജ്മത്ത, വേദിയിൽ സന്നിധരായിട്ടുള്ള മറ്റു നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ. സാധാരണ സംസാരിക്കാൻ പോകുമ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്നു കൂളായിട്ട് പോകുക, കാരണം അറിയാത്ത ആളുകളായിരിക്കും മിക്കവാറും സദസ്സിൽ ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ ഇവിടെ ഇപ്പോൾ സ്വന്തം നാട്ടിൽ നിന്ന് സംസാരിക്കുന്ന പോലെ തന്നെയാണ്. അപ്പം എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏകദേശം 3 മണിയായിരുന്നു പ്രോഗ്രാമിൻ്റെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മണിക്ക് നമ്മൾ പരിപാടി തുടങ്ങും. നമ്മൾ സാധാരണ എല്ലാം പരിപാടിക്ക് പോകുന്ന സമയത്ത് മോശമായിട്ട് പറയുന്നല്ല, പക്ഷെ എന്നാലും 3 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 4 മണിയാവും നമ്മൾ പരിപാടി ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സമയത്തേക്ക്. പക്ഷെ ഇവിടെ ഏകദേശം 3 മണിയായപ്പോൾ ഞങ്ങൾ എത്തുന്ന സമയത്ത് തന്നെ ഏകദേശം എല്ലാവരും എത്തി. ഈ നിറഞ്ഞ സദസ്സ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഇത്രയും സ്ത്രീകൾ ഈ ഒരു കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഇവിടെ നിങ്ങൾക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു ഡിസംബർ 11 വോട്ട് ചെയ്ത് പിന്നീട് അത് എണ്ണുന്ന സാഹചര്യത്തിൽ 3-ാം വാർഡിൽ ജയിക്കുന്നത് അത് നജ്മത്ത് തന്നെ ആയിരിക്കും എന്നുള്ളത് ഈ സദസ്സ് നമുക്ക് നൽകുന്ന ഉറപ്പാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഇത്രയും സമയം ഇവിടെ നിൽക്കുന്ന പോലെ തന്നെ ഡിസംബർ 11 വരെ നജ്മത്തിന്റെ കൂടെ ഇതേപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കൂടെ ഉണ്ടായിരിക്കണം. 11-ന് ശേഷം നജ്മത്ത് നിങ്ങൾക്കൊരാളായിട്ട് നിങ്ങളുടെ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. നേരത്തെ ഷാക്രാക്കൊക്കെ പറഞ്ഞു സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യമൊക്കെ വോട്ടർ പട്ടികയിൽ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും പറയാറുണ്ട്, എല്ലാ ഇലക്ഷനുകളും ഒരു കൺവെൻഷന് പോയിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ഷനാണ്, ഭയങ്കര പ്രാധാന്യമായിട്ടുള്ള ഇലക്ഷനാണ് എന്നുള്ളത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ ഇടയിൽ കുറച്ച് ചോദ്യമൊക്കെ ചോദിക്കൂട്ടോ, പേടിയുണ്ടോ? നിങ്ങൾ മനസ്സിലായിട്ടുള്ള ആൻസർ പറഞ്ഞാൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം ചെയ്യുന്നുണ്ട്, വിലപ്പെട്ട കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കുന്നുണ്ട്. വെറുതെ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ പറയുന്ന കുറച്ച് സമയം യൂസ്ഫുൾ ആയി, ഉപകാരമായി എന്നുള്ള നമുക്ക് തോന്നണം. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കേണ്ടത് ചെവി കൊണ്ടല്ല ഹൃദയം കൊണ്ടായിരിക്കണം എന്നുള്ള. അപ്പം നിങ്ങൾ ഇവിടെ ഉണ്ടാവണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളോട് പറയാറുണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ഷൻ ആണ് എന്നുള്ളത്. കുറച്ച് മുന്നേ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞു. നമ്മൾ ലോക്സഭ ഇലക്ഷൻ വരുന്ന സമയത്ത് ഏകദേശം 1.5 വർഷത്തോളം മുന്നേ ആയിരുന്നു ഈ ലോക്സഭ ഇലക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മൾ കേരളത്തിൽ 20 സീറ്റാണ് ടോട്ടലി ലോക്സഭ ഇലക്ഷന് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 18 സീറ്റ് UDF ആയിരുന്നു ജയിച്ചിരുന്നത്, ഒരു സീറ്റ് BJPയും ഒരു സീറ്റ് LDF ആയിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ ഒരു ഇലക്ഷന്റെ സമയത്ത് ഇപ്പോൾ വാർഡ് പഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന ഇലക്ഷന്റെ സമയത്ത് എന്തിനാണ് ലോക്സഭ പറഞ്ഞേക്കുക നിങ്ങൾ പക്ഷെ ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ. ഞാനിത് പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ നമ്മൾ ലോക്സഭയിൽ ആർക്കായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുക? അഫ്കോഴ്സ് നമ്മൾ UDFനായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവാം. കാരണം എന്തായാലും നമുക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു, അഥവാ അവിടെ കേന്ദ്രത്തിൽ BJP എങ്ങാനും നമ്മൾ വോട്ട് ചെയ്തിട്ട് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആകെ ഇടങ്ങാറാവും എന്നുള്ള പേടിയോണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ ആ ഒരു ഇലക്ഷനിൽ വോട്ട് ചെയ്തിട്ടത് UDFനായിരുന്നു എന്നുള്ളത് അല്ലെ. അതുകൊണ്ടാണ് 20 സീറ്റിൽ 18 സീറ്റും UDFന് നേടാൻ സാധിച്ചത് എന്നുള്ളതാണ്. ഞാൻ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ആ ഒരു ട്രെൻഡ് ആയിരിക്കില്ല, അതായത് 20 സീറ്റിൽ 18 സീറ്റും ലോക്സഭ ഇലക്ഷനിൽ UDF നേടുമ്പോൾ ഇവിടെ നമ്മൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കില്ല നമുക്ക് കാണാം. അതായത് നമുക്ക് 3 വോട്ട് ഉണ്ട് അല്ലേ പഞ്ചായത്തിൽ. ഒന്ന് നമുക്ക് വാർഡ് മെമ്പർക്ക് നമ്മൾ വോട്ട് ചെയ്യും, ഒന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരാൾക്ക് വോട്ട് ചെയ്യും, വേറൊന്ന് ആർക്ക് വോട്ട് ചെയ്യാം, ജില്ലാ പഞ്ചായത്തിൽ ഒരു വോട്ട്, അങ്ങനെ 3 വോട്ട് നമുക്ക് ഉണ്ടാവും. ഈ ലോക്സഭയിലും നിയമസഭയിലും കാണുന്ന ഒരു ട്രെൻഡ് ആയിരിക്കില്ല എവിടേക്കെത്തുമ്പോ ഈ ഒരു 3 വോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാ, നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് പൊതുവേ കാണുന്ന ഒരു സംഭവം ഉണ്ട്, 2 വോട്ട് ഒരു പാർട്ടിക്ക് കൊടുക്കും, 1 വോട്ട് ചിലപ്പോൾ മറ്റേ പാർട്ടിക്ക് കൊടുക്കും. ഓല് എന്താ പറയും, നിങ്ങൾ 1 വോട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി, 2 വോട്ട് ഓൽക്ക് കൊടുത്തോളി. അപ്പൊ നമ്മളെ ചിന്തിക്കാം 2 ഓൽക്ക് കൊടുത്ത് 1 വോട്ട് ഇങ്ങോട്ട് കൊടുക്കാം. ഇപ്പൊ പാവല്ലേ, 1 വോട്ട് അങ്ങോട്ട് വോട്ട് ചെയ്ത് വിചാരിക്കും, ആ വോട്ട് നമ്മൾ ഏതോ കൊടുക്കുന്നുണ്ടാവാ, വാർഡ് മെമ്പർക്കുള്ള വോട്ടായിരിക്കും ആ പോകുന്നുണ്ടാവുക, പഞ്ചായത്തിൽ പോകും കയ്യിൽ. അതാണ് സംഭവിക്കുക. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഞാനിത് പറയാനുള്ള സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ ആ സമയത്ത് ചിന്തിക്കണ്ട അതിപ്പോ പാർട്ടിയൊക്കെ പോട്ടെ, നമ്മൾ ആളായിരിക്കും ചിലപ്പോൾ എന്തുണ്ടാവുക നോക്കുന്നുണ്ടാവുക അല്ലെ. അതായത് നമുക്ക് നല്ലോണം അറിയുന്ന ആളാണ്, എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ, ഓൽക്ക് വോട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയാം, ആ വ്യക്തി വോട്ട് ചോദിക്കുന്നത്, അത് ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും വോട്ട് ചോദിക്കുന്നത് അയാൾക്കല്ല. ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത്, നജ്മത്ത് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സമയത്ത് നജ്മത്ത് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന സമയത്തും അവർ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാർട്ടി ഉണ്ട്, അവിടെ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മുന്നണി ഉണ്ട്, അത് UDF ആണ്. അതായത് നജ്മത്തൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നജ്മത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല അവിടെ പ്രവർത്തിക്കുക. അവർക്ക് പിന്നിലുള്ള ആ ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് UDF എന്ത് പറയുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ ഉണ്ടാവുക അവർ പ്രവർത്തിക്കുക എന്നുള്ളത്. അത് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അയാളുടെ ഇഷ്ടത്തിനല്ല എന്ത് ചെയ്യുക
പ്രവർത്തിക്കുക, അവർ പറയുന്ന പാർട്ടിക്ക് അനുസരിച്ചിട്ടേ പ്രവർത്തിക്കുന്നുള്ളൂ. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു, പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ മുന്നുള്ള ഇലക്ഷനിലൊന്നും കാണുന്ന പോലെ ആയിരിക്കില്ല. നമ്മൾ പറയും നമ്മൾ ആളെ നോക്കിയിട്ടൊക്കെ വോട്ട് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം. ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോട് അറിയുന്ന ആളുകളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ആ രീതിയിലൊരു തെറ്റ് അല്ലെങ്കിൽ ആ രീതിയിലൊരു മണ്ടത്തരം ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ നമ്മൾ ചെയ്യരുത് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഷാക്കിറാക്ക സംസാരിച്ചപ്പോൾ 2 കാര്യങ്ങൾ പറയണ്ടായി. ഒന്ന്, PMSHIയെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? PMSHI എന്ന സംഗതി നമ്മളൊക്കെ വാട്സപ്പും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, പത്രം വായിക്കുന്നൊക്കെ ആൾക്കാരായിരിക്കും. എന്നാൽ നമ്മൾ ഈ PMSHI എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്, നമ്മള് കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അല്ലേ? നേരത്തെ ഷാക്കിറാക്ക പറഞ്ഞു, നമ്മളൊക്കെ പഠിച്ചത് രാഷ്ട്രപിതാവ് ആരെന്നുള്ളതാണ്, മഹാത്മാഗാന്ധിജി എന്നുള്ളതാണ്. നിങ്ങൾ മുഗളന്മാരെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടോ? അതായത് നമ്മള് ഇപ്പൊ ബാബർ, ഹുമയൂൺ പോലെയുള്ള രാജാക്കന്മാരുടെ ചരിത്രമൊക്കെ നമുക്ക് എന്ത് ചെയ്യണം അറിയുന്നുണ്ട്. താജ്മഹൽ അറിയാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ ഇതില്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. ചെങ്കോട്ട നമുക്ക് അറിയുന്ന സംഗതിയാണ്. ഇങ്ങനെ ഇതൊക്കെ എന്താണ് ഇന്ത്യയുടെ യഥാർത്ഥമായിട്ടുള്ള ചരിത്രത്തിന്റെ ഭാഗമാണ്. നമുക്കറിയാം, രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയൊക്കെ പ്രവർത്തിച്ചതിന്റെയും പോരാടിയതിന്റെയും ഫലമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഈ PMSHI വന്നാൽ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിലൊരു പുതിയ വിദ്യാഭ്യാസ നയം അവിടെ കൊണ്ടുവരും. അതിലൂടെ സംഭവിക്കുക എന്താ വെച്ചാല്, ഇതുവരെ നമ്മുടെ കുട്ടികള് പഠിച്ചത് ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്നുണ്ടെങ്കിൽ, ഇനി അവര് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒട്ടനവധി തവണ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത സവർക്കറാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നുള്ളതായിരിക്കും അവരിനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത് ഇതുവരെ ഇല്ലാത്തൊരു ചരിത്രത്തെ നിങ്ങളുടെ മക്കൾ ഇനി പഠിക്കും, ഇതുവരെ ഇല്ലാത്ത കള്ളത്തരത്തെ നിങ്ങളുടെ മക്കൾ എന്തെയും പഠിക്കാൻ വേണ്ടിയിട്ട് പോകും. ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. അപ്പൊ നമുക്ക് പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ PMSHI നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ സംസ്ഥാന ഗവൺമെന്റിനും വേണമെങ്കിൽ അത് ഉൾക്കൊള്ളാം അല്ലെങ്കിൽ ഒഴിവാക്കാം. അങ്ങനെയാണ്. അതായത് BJP ഗവൺമെന്റ് ആണ് ഇത് കൊണ്ടുവരുന്നത്, വേണമെങ്കിൽ എന്ത് ചെയ്യാം, സംസ്ഥാനങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്, നമുക്കറിയാം LDF ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളത് അല്ലെ. ഈ LDF എന്ത് ചെയ്തു, ഈ PMSHIയെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അവര് നമ്മുടെ മക്കളിൽ ഇല്ലാത്ത ചരിത്രത്തെ പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കുന്ന ഒരവസ്ഥ. നമ്മൾ മനസ്സിലാക്കുന്നത്, BJPക്കുള്ള പാലം ഇവിടെ CPM പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടിയിട്ട് അവര് നമുക്കുള്ള കുറിയായിരിക്കും നമ്മൾ തോന്നിക്കൊണ്ടിരിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കും. വെറും ഒരു വാർഡ് ഇലക്ഷൻ എന്ന് പറയുന്നത് അത് വെറുതെ ഒരു 5 വർഷത്തൊക്കെ ഒരാളെ തെരഞ്ഞെടുക്കുന്നതുകൊണ്ട് അത് അങ്ങനെ കഴിഞ്ഞു പോകില്ല, നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എത്തുന്ന അധികം ആൾക്കാരും വീട്ടമ്മമാരായിരിക്കില്ല. ഇത് വലിയൊരു പ്രശ്നം. ഞാൻ ഈ പറഞ്ഞത് മൊത്തത്തിൽ നമ്മൾ എല്ലാവരെയും വലിയ രീതിയിൽ പൗരത്വ പട്ടികയെ പോലെയൊക്കെ നമ്മൾ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞു വെച്ച ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലായ്മയെ നമ്മുടെ മക്കളും ചെയ്യും, ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മക്കൾ പഠിക്കും. ഇവിടെ ഏകദേശം ഇരിക്കുന്ന ആളുകളൊക്കെയും വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ. അപ്പൊ ഞാൻ എടുത്ത് പറഞ്ഞല്ലോ, നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. നിങ്ങൾ പാല് വാങ്ങലുണ്ടാവുമല്ലോ വീട്ടിൽ, എവിടെയെങ്കിലും ഗസ്റ്റെങ്കിലും വരുമ്പോൾ നമ്മൾ പാല് വാങ്ങലേ, ഈ പാലിന് എന്താ വില ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ മാസവും നമുക്ക് കറണ്ട് ബില്ല് വരില്ലേ, കറണ്ട് ബില്ല് എല്ലാ മാസവും അതിന്റെ ചാർജ് കൂടുന്നുണ്ടോ? നമ്മൾ യൂസ് ചെയ്തിട്ട് കൂടുന്നതിന്റെ അപ്പുറത്തേക്ക് വേറെ അതിന്റെ ടാക്സ് കൂടുന്നുണ്ടോ? മുന്നേ 5 വർഷം ഉണ്ടായത് പോലെയാണോ ഇപ്പൊ ഈ കറണ്ട് ബില്ല് എന്ന് പറയുന്ന സംഗതി? നമ്മൾ ഓരോരുത്തരും ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കും നമുക്ക് സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടായിട്ടായാലും താമസിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയൊരു സ്വപ്നമായിട്ടുള്ള കാര്യമായിരിക്കും. ഈ വീട് നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, പഞ്ചായത്തിന് പോയിട്ട് നമ്മൾ പെർമിറ്റ് വാങ്ങണം. ആ പെർമിറ്റിന്റെ പൈസ കേട്ടാൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ബാക്കി എന്താണ് വീട് വെക്കാനുള്ള ബാക്കിയുള്ള പൈസ നമ്മൾ അത്രയും സ്വരുക്കൂട്ടിയ സാധാരണക്കാരായിട്ടുള്ള ഫാമിലിയെ കുറിച്ച് ഞാൻ പറയുന്നത് അത്രയും ബുദ്ധിമുട്ടിയിട്ടായിരിക്കും. ഇപ്പൊ സാധനങ്ങൾക്കൊക്കെ വില കൂട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വീട് വെക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഇതായിട്ടുള്ള കാര്യമായിരിക്കും. അതിനിടയിൽ ഒരു പെർമിറ്റ് ഫീസ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണ് വാങ്ങുന്നത് എന്നുള്ളത് ഇതിലൊരു പക്ഷെ വീട് വെക്കാൻ ഒരുങ്ങുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് ചിന്തിച്ച് നോക്കാം. നമ്മുടെ സാധനങ്ങൾ 5 വർഷം മുന്നേ LDF ഗവൺമെന്റ് വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനങ്ങൾക്ക് എന്തില്ല, വില കൂടേ ഇല്ല എന്നുള്ളത്. LDF ഗവൺമെന്റ് വന്നിട്ട് ഇവിടെ മാറ്റം വന്നിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. മാറ്റം എന്ന് വെച്ചാൽ സാധനങ്ങളുടെ വിലയിൽ എന്തിട്ടുണ്ട് മാറ്റം വന്നിട്ട് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഒരു തക്കാളി ആവട്ടെ, മറ്റുള്ള പച്ചക്കറി ആവട്ടെ ഒക്കെ എന്താണ് വിലക്കാഴ്ച. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ആരാ? നമ്മളാണ് അല്ലെ. അതായത് ഒരു മാസത്തെ ചെലവ് എന്ന് പറയുന്നത് ഈ കറണ്ട് ബില്ലും വെള്ള ബില്ലും ഈ രീതിയിലുള്ള നമുക്ക്
നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതികൾക്കൊക്കെ ഈ രീതിയിൽ പൈസ കൂടുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക നമ്മളെയാണ്. ഇവിടെ ഇരിക്കുന്ന വീട്ടമ്മമാർ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അത് കണക്ട് ചെയ്യാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും എന്നുള്ളതാണ്. കാരണം കറണ്ട് ബില്ല് വരുമ്പോൾ നമുക്ക് ബേജാറായിരിക്കും, എത്രയൊക്കെ പിന്നെ ഈ മാസം വരുന്നുണ്ടാവുക എന്നുള്ളത്. ഒരു വെള്ള ബില്ല് വരുമ്പോൾ നമുക്ക് ടെൻഷൻ ആയിരിക്കും, എത്രയൊക്കെ ഈ മാസം വരുന്നുണ്ടാവുക എന്നുള്ളത്, അല്ലേ? സത്യമായിട്ടുള്ള കാര്യമല്ലേ അത്? ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുന്നേ അങ്ങനെ ആയിരുന്നില്ല. ഒരു 5-6 വർഷം മുന്നേ ഇതായിരുന്നില്ല ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഗവൺമെന്റ് നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തരുന്ന സമ്മാനങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങൾ. പെൻഷന്റെ കാര്യമൊന്നും പിന്നെ പറയേണ്ട, അവിടെ ഇരിക്കുന്ന ഒരുപാട് ഉപമാരായിട്ടുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷന്റെ അവസ്ഥയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് നമ്മൾ ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ